നമസ്കാരം, എല്ലാവർക്കും സത്താൻ മെനുവിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നീതു. അപ്പോൾ ഞാനിന്ന് സത്താൻ മെനുവിലൊരു നാടൻ കോഴിക്കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത്. നമ്മൾ സാധാരണയായിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് കോഴിക്കറിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, അതേപോലെ തന്നെ നെയ്ച്ചോറ്, പത്തിരി, ചപ്പാത്തി, ചോറ് എല്ലാത്തിൻ്റെയും കൂടെ നല്ല ടേസ്റ്റാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഈ കോഴിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 മീഡിയം സൈസുള്ള സവോള ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള സവോള മതിയാവും. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ 2 മീഡിയം സൈസുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പച്ചമുളക് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 3 or 4 എടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം 1.5 മുതൽ 2 സ്പൂൺ വരെ എടുക്കുക. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമുള്ളത്. ഞാൻ 1/2 കിലോ ചിക്കനുള്ള കണക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു അളവിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തണം. അപ്പോൾ ഞാൻ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും നേരത്തെ പുരട്ടി വെച്ചതാണിത്. ഏകദേശം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം ചൂടാക്കുക. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക. സവോള 2 മീഡിയം സൈസുള്ള സവോള നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ ഇത്. സവോള ഇട്ടിട്ട് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ചിക്കനിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സവോള വഴറ്റുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. പക്ഷേ ഉപ്പിൻ്റെ കാര്യം കുറച്ച് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ചിക്കനകത്തും ഉപ്പിട്ടിട്ടുണ്ട്, ആ കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുവാണ്. ഒരുപാടൊന്നും വഴണ്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സവോള ചെറുതായിട്ടൊന്ന് വാടി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുത്താൽ മതിയാവും. നമ്മൾ റോസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരുപാടങ്ങ് വഴറ്റില്ലേ, അതുപോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് കറിയല്ലേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഇത് നോക്കിക്കുക, നമ്മുടെ സവോളയൊക്കെ ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്, നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിനകത്തേക്ക് പച്ചമുളക് ചേർക്കണം. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് അത്യാവശ്യം നല്ല എരിവുള്ളതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിട്ടുള്ളത്. എരിവ് കുറഞ്ഞതൊക്കെ ആണെങ്കിൽ 3 മുതൽ 4 വരെ ചേർക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ഒരു 1.5 സ്പൂണ്, വലിയ സ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇഞ്ചിയൊക്കെ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കണം. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടയുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കൻ കറിയിൽ എന്നല്ല, മെയിനായിട്ട് നോൺ വെജ് തയ്യാറാക്കുന്ന സമയത്ത് തക്കാളി ഒരുപാട് കൂടരുത്. തക്കാളി കൂടിക്കഴിഞ്ഞാൽ ആ ഒരു നോൺ വെജിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറും. നമുക്ക് ആ ഒരു പ്രോപ്പർ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തക്കാളി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ കൂടുതൽ എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ തക്കാളി വെന്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക. അപ്പോൾ ചിക്കനിൽ ഞാനിപ്പോൾ ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ചിക്കനിൽ ഇനി വെന്തിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പുറത്ത് വരണം. അപ്പോൾ അതുവരെ നമ്മൾ ചെറിയ തീയിലിട്ടിട്ടൊന്ന് ചൂടാക്കണം. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ അടച്ചു വെച്ചിട്ട് വേണം നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് അടിയിൽ പിടിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എടുക്കുന്ന പാത്രം ആയിരിക്കില്ല നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം അടിയിൽ കട്ടിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ അടിയിൽ പിടിക്കില്ല. അപ്പോൾ നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ.
അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒന്ന് ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം, അതേപോലെ തന്നെ ഏകദേശം ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി. അപ്പോൾ മല്ലിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മുഴുവൻ മല്ലി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി ആകുമ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ മുളക് പൊടി ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂണ് കശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1 സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി. ഈ മുളക് പൊടിക്ക് നല്ല എരിവാണ്, അതുകൊണ്ടാണ് ഞാൻ 1 സ്പൂണ് മാത്രമേ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ എന്ന് പറയുമ്പോൾ ആ നമ്മുടെ പൊടിയുടെ ഒക്കെ പച്ച മണം മാറുന്നത് വരെ നമ്മളൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കരിഞ്ഞു പോവാതെ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ അത് നോക്കിക്ക് നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വേറെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതേ ചൂടുള്ള പാത്രത്തിൽ വെക്കരുത്, പൊടിയൊക്കെ കരിഞ്ഞു പോവും. ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്കിതൊന്ന് അരച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നോക്കിക്കേ, സൈഡിൽ വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുവാണ്. എന്നിട്ട് രണ്ടും കൂടെ ചേർത്തിട്ട് വീണ്ടും കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ചിക്കനൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റായിട്ട് വരണം. ഏകദേശം ഒരു പകുതി വേവാവുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള മസാല ഒന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ചിരകിയത് വേണം. ഏകദേശം ഒരു 2-2.5 പിടി തേങ്ങ എടുക്കുക. അതായത് കപ്പ് കണക്കിൽ പറയുകയാണെങ്കിൽ ഏകദേശം 1/4 മുതൽ 1/2 കപ്പ് വരെ തേങ്ങ നമുക്ക് എടുക്കാം. അപ്പോൾ അതും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് അമ്മിയിലൊക്കെ അരക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ വറുത്ത പൊടിയായതുകൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് അതിനകത്തേക്ക് ചേർക്കരുത്, അരച്ചിട്ട് തന്നെ ചേർക്കുക. തേങ്ങയുടെ കൂടെ അരക്കുക, എന്നിട്ട് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഒരുപാടങ്ങ് ലൂസായിട്ട് അരക്കരുത് കേട്ടോ, കുറച്ച് കട്ടിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് മുങ്ങി നിൽക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇതുപോലെ ഞാനിപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി നമ്മൾ ഈ അരപ്പ് നമ്മുടെ ചിക്കനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടി പിടിക്കാതെ നോക്കുക കേട്ടോ നിങ്ങൾ. ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ പച്ചത്തേങ്ങ അരക്കുന്നതുകൊണ്ട് നമുക്കിത് ഒരുപാട് നാളൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കണം. അതായത് ഒരു ദിവസം തലേ ദിവസമൊക്കെ പുറത്ത് വെക്കുവാണെങ്കിൽ ചിലപ്പോൾ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ തേങ്ങയൊക്കെ വറുത്തരക്കാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണിത്. അപ്പോൾ അതാ ഞാൻ മസാലയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം കട്ടിയിൽ വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറ് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ക്യാമറേനകത്ത് കുറച്ച് മഞ്ഞയായിട്ടാണ് കാണുന്നത്, പക്ഷേ അങ്ങനെയല്ല, നല്ല കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ ഏകദേശം ഒരു 1/2 സ്പൂണ് ഗരം മസാല ചേർക്കുവാണ്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ എരിവുള്ള കുരുമുളക് പൊടി. ഇതിന് നല്ല എരിവാണ്, അതുകൊണ്ടാണ് ഞാൻ 1/2 സ്പൂണ് ചേർക്കുന്നത്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുരുമുളക് പൊടിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെരുംജീരകം വറുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ മുഴുവൻ കുരുമുളക് ചേർത്തിട്ട് വറുത്തിട്ട് അരക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം കേട്ടോ.
അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നോക്കിക്കേ, നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ കുറവാണോ എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്